ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുന്നത്. ഷാജഹാൻ, ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയുടെ കാര്യമെടുത്താലും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. പ്രവചനാതീതമായി ഫലം വരാൻ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. മുന്നണികൾ എല്ലാം തന്നെ പ്രതീക്ഷയോടെ നിലനിൽക്കുന്നു. ഇപ്പോൾ എവിടെയാണ് ഷാജഹാൻ ഉള്ളത്? അവിടുത്തെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ തയ്യാറെടുപ്പുകളും വിവരങ്ങളും ഒക്കെ എങ്ങനെയാണ്? പ്രിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ മുന്നിലാണ്. സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഉള്ളിലാണ് ഈ വോട്ടിംഗ് കൗണ്ടിംഗ് ഒക്കെ തന്നെ നടക്കുന്നത്. നമുക്കറിയാം, കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വോട്ടെണ്ണൽ നടക്കാനായിട്ട് പോകുന്നത്. ഏതാണ്ട് ഈ കൗണ്ടിംഗ് സെൻ്ററിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ആലപ്പുഴ മണ്ഡലം എന്ന് പറയുമ്പോൾ വളരെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. അതിൽ പ്രധാനമായിട്ടും KC വേണുഗോപാൽ മത്സരിക്കുന്നു. AM ആരിഫ്, നമുക്കറിയാം 19 സീറ്റിൽ ഒരു സീറ്റ് മാത്രം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായത് UDF ആലപ്പുഴ മാത്രമാണ്. അങ്ങനെ ആലപ്പുഴ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് KC വേണുഗോപാലിനെ ഇറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ നേതാവ് A കാറ്റഗറി സീറ്റായിട്ട് അവർ തിരഞ്ഞെടുത്തുകൊണ്ട് BJPയുടെ ദേശീയ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മത്സരിക്കുന്നു. അങ്ങനെ 3 പേരും തമ്മിൽ വളരെ വാശിയേറിയൊരു മത്സരമായിരുന്നു നടന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കങ്ങനെ പറയാം, ഏതാണ്ട് 8:30 തന്നെ ആദ്യ ഫലം പുറത്തു വരും. ഫസ്റ്റ് റൗണ്ട് എണ്ണുമ്പോൾ നമുക്കറിയാം, ഈ സാധാരണഗതിയിൽ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് എണ്ണി കഴിയുമ്പോൾ UDF LDF ഒന്നും തന്നെ കാര്യമായ രീതിയിലൊരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. 2-3 റൗണ്ടുകൾ കഴിയുമ്പോൾ മാത്രമേ എങ്ങോട്ടായിരിക്കും ഇത്തവണ വോട്ടിൻ്റെ ഒഴുക്ക് എന്നുള്ള സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും UDF നിന്നും വളരെയധികം അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെയധികം പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്കിനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതാണ്ട് 742 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ചുമതലയ്ക്കായിട്ട് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് നടപടികളിലേക്ക് പോകും. അതോടുകൂടി ഏതാണ്ട് 1.5 മാസക്കാലമായിട്ട് കാത്തിരിക്കുന്ന ഈ ഒരു കാത്തിരിപ്പിന് അവസാനമുണ്ടാകും. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.